സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പാഠഭേദം നമ്മുടെ കഴിഞ്ഞ പാഠഭേദത്തിന് നമ്മുടെ ഒരു പ്രേക്ഷകൻ നൽകിയ ഒരു കമൻറ്റിൽ നിന്നാണ്. നല്ല കമൻറ്റാണെന്ന് തോന്നി. ആ വിഷയം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യണമെന്നും തോന്നി. കഴിഞ്ഞ പാഠഭേദത്തിലെ വിഷയം ആളുകൾക്ക് ഓർമ്മയുണ്ടല്ലോ. കോഴിക്കാലിൻ്റെ പ്രശ്നത്തിലുണ്ടായ അടിപിടിയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പാഠഭേദത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ആളുകൾ ആ പാഠഭേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ സ്വീകരിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ചിലർ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കലി പറയാൻ പാടില്ലായിരുന്നു. പബ്ലിക്കലി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ നമ്മളൊക്കെ ഇത് പറയുന്നതിന് മുമ്പേ സോഷ്യൽ മീഡിയ മുഴുവൻ, അതായത് വിശ്വാസികളല്ല കേട്ടോ, ലോക മനുഷ്യർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ അടി കണ്ടു. അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മുടെ നിലപാട് എന്താണെന്ന് വിശദീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒട്ടകപ്പക്ഷി മണ്ണിൻ്റെ അകത്ത് തല പൂഴ്ത്തി നിൽക്കുന്നത് പോലെ ഞാനൊന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യും. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് വിശദീകരണം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ അടിയുടെ വിഷ്വൽസ് ഒന്നും കൊടുത്തില്ല. അടിയുടെ വിഷ്വൽസൊക്കെ കൊടുക്കുകയാണെങ്കിൽ പറയാം പാസ്റ്റർ എന്തിനാണ് ഇത് കാണിച്ചത്. ആ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്നതൊന്ന് വിശദീകരിക്കുകയായിരുന്നു. ഒരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അതായത് മനസ്സിലാക്കണം, ഇപ്പം നമ്മൾ നന്നായാൽ നമ്മൾ രക്ഷപ്പെട്ടു. പെന്തക്കോസ്തിൽ ഈ ഒരു പ്രശ്നമൊന്നുമല്ല. 100 കണക്കിന് ഇഷ്യൂസാണ് ഇന്ന് പെന്തക്കോസ്തിലുള്ളത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ 1-2 കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, നമ്മൾ നന്നാകണമെങ്കിൽ അടിയന്തരമായ സഭകളും നമ്മുടെ സമൂഹവും എടുക്കേണ്ട ചില നടപടികളെക്കുറിച്ച് എൻ്റെ ചിന്തയിൽ വന്ന ചിലത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോഴുള്ള ഒരു അപകടം, ധാരാളം ആളുകൾക്ക് നമ്മൾ ഒരു വഴക്കാളിയാണെന്ന് തോന്നും. ഇയാൾ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് തോന്നും. എനിക്കറിയാം അതിൻ്റെ അപകടം, എനിക്കറിയാം. എന്നോട് പലരും അഡ്വൈസ് ചെയ്യാറുണ്ട്, പാസ്റ്ററെ ഇത്തരം സബ്ജക്ട്സ് അവോയ്ഡ് ചെയ്യണം, കാരണം പാസ്റ്ററുടെ ശുശ്രൂഷയെ അത് ബാധിക്കും. ശുശ്രൂഷയെ ബാധിക്കും എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങുകൾക്കൊക്കെ ആളുകൾ വിളിക്കാതെ ആകും. പിന്നെ ഇയാളൊരു വഴക്കാളിയാണെന്നുള്ളൊരു ചിന്തയുണ്ടാകും. ഇതൊക്കെ സത്യമാണ്. പക്ഷെ ആരെങ്കിലും ഇത് പറഞ്ഞല്ലേ മതിയാകുകയുള്ളൂ. നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വമല്ലേ. ഈ പോക്ക് പോയാൽ നമ്മുടെ സമൂഹം പരിഹസിക്കപ്പെടും, അപ്രസക്തമായി തീരുമെന്നുള്ള ഭയം കൊണ്ട് ആരെങ്കിലും ഇത് പറഞ്ഞേ മതിയാകുകയുള്ളൂ. ഞാൻ ശ്രമിക്കുന്നത് ഒരു വിസിൽ ബ്ലോവറിൻ്റെ ജോലി ചെയ്യുക. വിസിൽ ബ്ലോവർമാർക്കൊരു പ്രശ്നമുണ്ട്, അവർ ടാർഗറ്റ് ചെയ്യപ്പെടും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യു ക്യാൻ ഷൂട്ട് ദ വിസിൽ ബ്ലോവർ ബട്ട് പ്ലീസ് അക്സെപ്റ്റ് ദ മെസ്സേജ്. വിസിൽ ബ്ലോവറെ നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാം കേട്ടോ, അയാളെ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ പറഞ്ഞ സന്ദേശം അന്തരീക്ഷത്തിലുണ്ടാകണം, അത് ജീവിതങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊരാഗ്രഹം കൊണ്ടാണ് പ്രത്യേകിച്ചും ഇത്തരം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് പെന്തക്കോസ്തിൽ ജഡികന്മാർ വർദ്ധിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, നാം നമ്മുടെ സഭകളിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്, എന്തിനൂന്നൽ കൊടുത്താണ് സഭകളുടെ ടീച്ചിങ് ക്രമീകരിക്കേണ്ടത് എന്നൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ 1-2 പാഠഭേദങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രേക്ഷകൻ നൽകിയൊരു കമൻ്റാണ് ഇന്നത്തെ പാഠഭേദത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഐസക് ഡോറിസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ 5-6 കമൻറ്റ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പഴയ കമൻറ്റുകൾ, നമ്മുടെ ഒരു ഡേറ്റ ഉണ്ടല്ലോ, ഓരോ വ്യക്തികൾ ഏതൊക്കെ കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്, എത്ര കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്, നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ കൺട്രോൾ പാനലിൽ സ്റ്റുഡിയോയിൽ ചെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഐസക് ഡോറിസ് എന്ന് പറയുന്ന ആൾ വളരെ വ്യക്തതയോട്, വളരെ പരുക്കൻ ഭാഷയെന്ന് പറയാം, വളരെ ശക്തമായ കമൻറ്റുകൾ പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കമൻറ്റുകൾ നെഗറ്റീവാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ആ കമൻറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ സൂക്ഷിക്കുന്ന സ്വഭാവമാണ്. നമുക്കെതിരെ വിമർശിക്കുന്ന നെഗറ്റീവ് കമൻറ്റുകൾ വന്നാൽ പോലും നമ്മളൊരിക്കലും ഡിലീറ്റ് ചെയ്യുന്നൊരു രീതി നമ്മുടെ ചാനലിനില്ല. കർത്താവിൻ്റെ കൃപയാൽ
വലിയ ടോളറൻസ് ദൈവം ആ കാര്യത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും വ്യക്തി അധിക്ഷേപമാണെങ്കിൽ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലാണെങ്കിൽ, അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നവരുണ്ടല്ലോ, എടാ വാടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന കമൻറ്റുകളാണെങ്കിൽ ചിലപ്പോൾ, എപ്പോഴും ഇല്ല കേട്ടോ, ചിലപ്പോൾ അത് അതിര് കടക്കുന്നു എന്ന് തോന്നിയാൽ യൂട്യൂബ് ഒരു അവരുടെ പോളിസിയുണ്ട്, കമ്മ്യൂണിറ്റി പോളിസിയുണ്ട്, അതിനെ ലംഘിക്കുന്നതെന്ന് തോന്നിയാൽ അത്തരം കമൻറ്റുകൾ നമ്മൾ ഹൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. കമൻറ്റ് ആദ്യം ഞാനൊന്ന് വായിക്കാം. ഐസക് ഡോറിസ് എഴുതിയ കമൻറ്റാണ്. പെന്തക്കോസ്ത് പാസ്റ്റർമാർ, അതായത് പെന്തക്കോസ്ത് പാസ്റ്റർമാരോട് ഒരു അഡ്വൈസാണ് കേട്ടോ. ഭക്ഷണത്തെക്കുറിച്ചുകൂടെ വിശ്വാസികളെ പഠിപ്പിക്കണം. ഒരു പാസ്റ്റർ സൺഡേ സർവീസിൽ പറഞ്ഞു, കഞ്ഞി കഴിക്കാൻ പാടില്ലെന്നാണ്. എനിക്ക് കോഴി ബിരിയാണിയാണ് ഇഷ്ടം. ബിരിയാണി എപ്പോൾ കിട്ടിയാലും കഴിക്കും. പിന്നെ തമിഴ്നാട്ടിൽ നടന്ന ഒരു കല്യാണത്തിലെ അടിപിടിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അവസാനം ഒരു കമൻറ്റ്, ഈ തമിഴ്നാട്ടിൽ കല്യാണത്തിന് വലിയ അടിയായെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ അപ്പോൾ പാസ്റ്റർമാർ ശുഭകാര്യങ്ങൾക്കൊപ്പം ശുദ്ധഭോജനം വിളമ്പാൻ കോച്ചിങ് കൊടുക്കണം. അതായത് പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ നമ്മുടെ ആളുകളെ ഭക്ഷണത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്നാണ് ഈ പറഞ്ഞ ഐസക് ഡോറിസ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? നമ്മളിങ്ങനെയുള്ള പ്രാക്ടിക്കൽ വിഷയങ്ങളെക്കുറിച്ച് സഭകളിൽ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ? ഭക്ഷണത്തെക്കുറിച്ച് വേദവസ്തു എന്താ പഠിപ്പിക്കുന്നത്? ഈ ഭക്ഷണം ആണല്ലോ കഴിഞ്ഞ ദിവസത്തെ അടിക്ക് ഒരു പ്രധാന കാരണമായി തീർന്നതെന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഭക്ഷണമൊന്നുമല്ല, അതിലപ്പുറമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവിടേക്കൊന്നും നമ്മൾ ഇനിയും പിന്നെയും കടക്കുന്നില്ല. പക്ഷെ ഭക്ഷണമാണ് പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ഈ നമ്മുടെ ICPFിലെ ഡി ജോഷുവ സാറ്, ഞങ്ങളൊക്കെ ഈ ICPF ക്യാമ്പിന് പോകുമ്പോൾ ഉച്ച സമയമാകുമ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് പറയുമായിരുന്നു. പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. എ ഹംഗ്രി ബോയ് ഈസ് ആൻ ആംഗ്രി ബോയ്. വിശപ്പുള്ളൊരു ചെറുക്കനുണ്ടല്ലോ, ഭയങ്കര കോപിഷ്ടനായിരിക്കും. വിശപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് കണ്ണും കാതും ഒന്നും കാണത്തില്ല, കേൾക്കത്തില്ല. വിശപ്പ് കൊണ്ട് കണ്ണടഞ്ഞു പോകുന്നവരുണ്ട് അല്ലേ, കണ്ണ് കാണാതാകുന്നവരുണ്ട്. വിശപ്പെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചേതനയാണ് ശരീരത്തിൻ്റെ. നമുക്ക് ശരീരത്തിൽ നിയന്ത്രിക്കുവാൻ ആവശ്യമുള്ള തൃഷ്ണകളിൽ ഒന്നാണ് വിശപ്പ്. വിശന്ന് കഴിഞ്ഞാൽ ചിലർക്ക് കണ്ടമാനം ദേഷ്യം പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം, വിശപ്പ്, ഇതിനെയൊക്കെ നിയന്ത്രിക്കണമെന്ന് നമ്മുടെ സഭകളിൽ പഠിപ്പിക്കാറുണ്ടോ? അത് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കുശുകുശുപ്പ് ആളുകൾ പിന്നാമ്പുറത്ത് പറയുന്ന പരാതി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരാം. പെന്തക്കോസ്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ഒരു പാട്ടുണ്ടായിരുന്നു, പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മീനും തിന്നണം. പിന്നെ ബാക്കി അത്ര സഭ്യമല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പറയുന്നില്ല. അപ്പോൾ പെന്തക്കോസ്തിൽ ചേരുന്നത് കപ്പയും മീനും തിന്നാനാണെന്നൊക്കെ പണ്ടേ പെന്തക്കോസ്തുകാരെ കുറിച്ച് പാടുമായിരുന്നു. കുറ്റം പറയാൻ പറ്റത്തില്ല. പട്ടിണിയും പരിവട്ടവും ഒക്കെയുള്ള ഒരു കാലമായിരുന്നു അന്ന് കേട്ടോ. അന്ന് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കൊക്കെ പോകുമ്പോൾ ഒന്നിച്ച് കപ്പയൊക്കെ വെച്ച് കട്ടക്കാപ്പിയൊക്കെ കുടിച്ച് ഉള്ളൊരു ഫെലോഷിപ്പൊക്കെ ഒരു സന്തോഷമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഓർക്കുന്നുണ്ട്. ഇപ്പോഴും സത്യം പറയാമല്ലോ, അന്നൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വീട്ടിൽ എത്ര ഭക്ഷണം കഴിച്ചാലും ഈ ചർച്ചിൽ ഒന്നിച്ചിരുന്ന് കപ്പയൊക്കെ പുഴുങ്ങി തിന്ന ഓർമ്മകളുണ്ട് കേട്ടോ. ചർച്ചിലെ എന്തെങ്കിലും പണിക്കൊക്കെ ഞങ്ങളെല്ലാം കൂടി ചെറുപ്പക്കാർ ചെല്ലുമ്പോൾ അന്നത്തെ പാസ്റ്റർമാരുടെ ഫെയ്ത്ത് ഹോമിൽ അമ്മാമ കപ്പയൊക്കെ പുഴുങ്ങി മധുരമിടാത്ത കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തരും. എന്തൊരു ടേസ്റ്റാണ്, ഇന്നും മറക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അതൊരു ഫെലോഷിപ്പിൻ്റെ ടേസ്റ്റാണ്. പെന്തക്കോസ്തിനെക്കുറിച്ച് പക്ഷേ ആളുകൾ ആക്ഷേപിച്ചങ്ങ് പാടി. പട്ടിണിയും പരിവട്ടമുള്ള കാലത്ത് പെന്തക്കോസ്തുകാർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പാവങ്ങൾ അല്പം കപ്പയും മീനും ഒക്കെ കഴിച്ചതാണ് അന്നത്തെ പാട്ടിന് ആധാരം. അപ്പം അന്ന് മുതലേ നമ്മളെക്കുറിച്ചുള്ളൊരു പരാതി, ഇവർ ഭയങ്കര തീറ്റിപ്രിയരാണ്. അത് സത്യമാണോ? ഇനിയും എൻ്റെ ഒരു സ്നേഹിതൻ കേറ്ററിംഗ് സർവീസൊക്കെ നടത്തുന്ന ഒരാളാണ്, നാട്ടിലാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വലിയ തമാശയായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, പല തരത്തിലുള്ള ആളുകളുടെ കല്യാണത്തിൻ്റെ ഈ ഓർഡർ
ഫുഡിൻ്റെ ഓർഡർ അദ്ദേഹം എടുക്കാറുണ്ട്. പെന്തക്കോസ്തുകാരുടെ കല്യാണമാണെങ്കിൽ അല്പം സാധനം കൂടുതൽ കരുതണം, കാരണം എല്ലാവരും നന്നായി കഴിക്കും. പെന്തക്കോസ്തുകാരെ അല്പം കൂടുതൽ കഴിക്കുന്നവരാണ് എന്നാണ് ഈ നമ്മുടെ ചങ്ങാതി പറഞ്ഞു വെച്ചത്. അത് ശരിയാണോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് പെന്തക്കോസ്തുകാരുടെ കുറ്റമല്ല. ഈ നല്ല സമാധാനമുള്ളത് കൊണ്ട് അവർക്ക് ഈ ഫുഡ് കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഫുഡ് കഴിച്ച് ശരീരം പോയാൽ മരിച്ചു പോകുന്നുള്ള പേടിയൊന്നുമില്ല. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരല്ലേ. അതുകൊണ്ട് കൈ കിട്ടുന്ന ഫുഡൊക്കെ ശരീരം നോക്കാതെ കഴിക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ എന്ന ഒരു പരാതിയുണ്ട്. ശരിക്കും അങ്ങനെയൊക്കെയാണോ? ഭക്ഷണത്തെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? കുറേ പ്രാക്ടിക്കൽ ലെസൺസാണ് ഇന്നത്തെ പാഠഭേദത്തിൽ പറഞ്ഞു തരുവാനുള്ളത്. അത് പ്രേക്ഷകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. കേവലം പെന്തക്കോസ്തുകാർക്ക് മാത്രമല്ല, വേദപുസ്തകം വിശ്വസിക്കുന്നവർക്ക് വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്ന അറിവ് ഒരനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നാവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? നാവ് ചെറിയ അവയവമെങ്കിലും അല്ലേ, വലിയ തീ കത്തിക്കുന്ന അവയവമാണ്. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം നാവിൻ്റെ സംസാരത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ സംസാരത്തെക്കാൾ മാരകമാകുന്ന നാവിൻ്റെ വിശപ്പ് അല്ലെങ്കിൽ രുചി അറിയാനുള്ള ആ ഒരു കഴിവ്, അത് മനുഷ്യനിലുണ്ടാക്കുന്ന ഈ പറഞ്ഞ തൃഷ്ണ, അമിതമായ ആഗ്രഹം, അതിനെക്കുറിച്ച് ഇന്ന് വരെ ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. വിശന്നിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ദേഷ്യപ്പെടാനും ഒക്കെ സാധ്യതയുള്ളതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. വിശന്നിരിക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാലേ, യേശു കർത്താവിനെ സാത്താൻ പരീക്ഷിച്ചത് എപ്പോഴാണ്? ഉപവാസം കഴിഞ്ഞ് യേശുവിനെ വിശന്നപ്പോഴാണ്. അപ്പോൾ ഉപവാസം കഴിയുമ്പോൾ പരീക്ഷ കൂടും. ഉപവസിക്കുന്നവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. മാത്രമല്ല, വിശന്നിരിക്കുമ്പോൾ പരീക്ഷിക്കാൻ എളുപ്പമാണെന്ന് സാത്താൻ അറിയാം. വിശന്നിരിക്കുമ്പോൾ, അപ്പോൾ വിശന്നിരിക്കുമ്പോൾ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിക്കുവാനും നമ്മൾ മുൻകരുതൽ ഉള്ളവരായിരിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്, ചില സമൂഹങ്ങളിലൊക്കെ അവരുടെ പുരോഹിതന്മാരെ ട്രെയിൻ ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട്, അതായത് ഭക്ഷണം കഴിക്കാൻ കൊണ്ടിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ അവരെ കുറേ സമയങ്ങളോട് വെയിറ്റ് ചെയ്യിച്ചിട്ട് അവരുടെ ക്ഷമയെ പരീക്ഷിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല, ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അവരെ ക്ഷമാശീലമുള്ളവരാക്കി തീർക്കുന്ന സ്വഭാവം, രീതി ചില സമൂഹങ്ങളുടെ ട്രെയിനിങ്ങിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഇന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു വിടുന്ന അവസ്ഥ. വിശന്നിരിക്കുകയാണ്, വിശന്നിരുന്നിട്ട് കഴിക്കാൻ അനുവാദം കൊടുക്കാതെ എഴുന്നേൽപ്പിച്ചു വിടുക. കാരണം ഇത് സംഭവം, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ ചില ആളുകൾ ഒരുപക്ഷെ ഈ പണി നിർത്തിയിട്ട് പോവും. ഈ സെമിനാരി പഠനമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോവും. കാരണം ഭക്ഷണം ഒത്തിരി പരീക്ഷിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയായതുകൊണ്ട്. അങ്ങനെ പരീക്ഷിച്ചൊക്കെയാണ് ചില സമൂഹങ്ങൾ അവരുടെ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. പരീക്ഷിക്കപ്പെടാൻ വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം ടേബിൾ മാനേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഇടയിൽ ആളുകൾ ഒന്നിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് ടേബിളിൽ പെരുമാറുന്നത് എന്നുള്ളത്, അവരുടെ ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ എന്നോട് പണങ്ങരുത്, ക്രിസ്ത്യൻ മെച്യൂരിറ്റിയെ കാണിക്കുന്നതാണ്. ഒരു തീന്മേശയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എങ്ങനെ ആ വ്യക്തി പെരുമാറുന്നു എന്നുള്ളത് കേവലം ടേബിൾ മാനേഴ്സ് അല്ല, ആ വ്യക്തിയുടെ ക്രിസ്ത്യൻ മെച്യൂരിറ്റിയെ, ക്രിസ്ത്യൻ ഗ്രോത്തിനെ കാണിക്കുന്നതാണ്. ഒത്തിരി അനുഭവങ്ങളും പാഠങ്ങളും ഈ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു തീന്മേശയിൽ നമ്മൾ ഒന്നിച്ച് കഴിക്കാനിരിക്കുമ്പോൾ സെൽഫ് സെർവിങ് ആണെങ്കിൽ
ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഭക്ഷണം, ഒരു ഐറ്റം, അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കൃത്യതയോടുകൂടെ മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുമെന്ന് ഉറപ്പുവരുത്തി മാത്രമേ എടുക്കാവുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സാധനമാകട്ടെ ഇച്ചിരി കൂടുതൽ എടുത്തു കളയാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ടേബിളിൽ ഇരിക്കുന്ന മറ്റൊരാൾക്ക് കുറഞ്ഞു പോകും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പക്ഷെ പലരും അങ്ങനെ ചെയ്യാറില്ല. ഉദാഹരണം പറഞ്ഞാൽ ചിക്കൻ പീസിൻ്റെ കഥ തന്നെ എടുക്കാം. ചിക്കൻ പീസ് ഇങ്ങനെ ടേബിളിൽ ഒന്നിച്ച് വെച്ചിരിക്കുന്നു, കല്യാണ അല്ലേ ടേബിളിൽ ഒന്നിച്ച് ആളുകൾ ഇരിക്കുമ്പോൾ ആ ചിക്കൻ പീസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഏറ്റവും നല്ലത്, ഏറ്റവും വലുത് നമ്മൾ ചൂസ് ചെയ്യും. അങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ 8 പേരിരിക്കുന്ന ടേബിളാണെങ്കിൽ അവസാനം വരുന്ന ആൾക്ക് അതിനകത്തെ ഒരു ചെറിയ പീസ് കിട്ടും. ആ ചെറിയ പീസ് കിട്ടിയ ആൾ ഉള്ളിൽ മുറുമുറുക്കും. കണ്ടോ, മറ്റവന്മാരെല്ലാം ഏറ്റവും വലിയ പീസ് എടുത്തിരിക്കുന്നു. പീസിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല, അവിടെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ മെച്യൂരിറ്റിയുടെ ഒരു ലെവലാണ്. നല്ല മെച്യൂർഡായിട്ടുള്ള ആളുകളാണ് ആ ടേബിളിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ആദ്യം എടുക്കുന്നവർ ഏറ്റവും ചെറിയ പീസ് എടുക്കും. ലാസ്റ്റിൽ കിട്ടുന്ന ആളിന് അതിനകത്ത് ഏറ്റവും മുന്തിയത് കിട്ടും. കാരണം എൻ്റെ സഹോദരന് വേണ്ടി ഏറ്റവും നല്ലത് മാറ്റിവെക്കുക എന്ന ശീലം ടേബിൾ മാനേഴ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. 1-2 അനുഭവങ്ങൾ ഞാൻ കണ്ടതും കേട്ടതും പറയാം. പണ്ട് ഒരു ക്യാമ്പ് നടക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ICPFൻ്റെ ഒരു ക്യാമ്പാണ്. തിരുവല്ല ശാന്തി നിലയത്തിൽ വെച്ച്. കാത്തലിക് സെൻ്ററാണ്. അവർ നല്ല സ്ട്രിക്റ്റാണ്. അവർ ടേബിളിൽ എത്ര പേരുണ്ട് ആ എണ്ണം അനുസരിച്ചാണ് ഓരോ ഭക്ഷണവും അവർ ടേബിളിൽ വെച്ചിരിക്കുന്നത്. തനിയെ സെർവ് ചെയ്യണം. നല്ല അച്ചടക്കമാണ് കേട്ടോ. നിശബ്ദമായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കണം. അവിടെ ചില നിയമങ്ങളുണ്ട്. കാത്തലിക് ഒരു ക്യാമ്പിനൊക്കെ പോയി അറ്റൻഡ് ചെയ്താൽ, അവരുടെ സെൻറ്ററിൽ അറ്റൻഡ് ചെയ്താൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചു വേണം നമ്മളവിടെ കഴിയാൻ. അപ്പോൾ അവർ കിടന്ന് ഈ തീന്മേശയെ കിടന്ന് ബഹളം ഉണ്ടാക്കാനും ഒന്നും സമ്മതിക്കത്തില്ല. ഭക്ഷണം എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലെ ശാന്തി നിലയം ക്യാമ്പ് ഓർത്ത് പറയുന്നത്. ചെറുപ്പക്കാരല്ലേ, അങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ഒക്കെ വിളമ്പുമ്പോൾ അവിടെ നിന്ന് ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവരും നിശബ്ദരാകും. അച്ചടക്കം. ഇനി നിങ്ങൾ കേൾക്കണോ, ഞങ്ങളിരുന്ന ടേബിളിൽ 8 പേരിയ്ക്കുന്നു. കൃത്യമായി 8 പീസ് മീൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണി വെച്ചിട്ടുണ്ട്. 8 പേർക്ക് 8 പീസ്, ഓരോരുത്തരും ഓരോ പീസ് എടുക്കണം. പക്ഷെ കൂട്ടത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് മീൻ ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം 2 പീസ് എടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് 8-മന് മീൻ കിട്ടുന്നില്ല. അപ്പോൾ 8-മനും സങ്കടം, എനിക്ക് മീൻ കിട്ടിയില്ല. പിന്നെ ഇത് 10-35 വർഷം മുമ്പ് നടന്നതായതുകൊണ്ട് മീനിൻ്റെ പേരിൽ അവിടെ അടിയൊന്നും നടന്നില്ല. ആ ചെറുപ്പക്കാരൻ നിശബ്ദമായിട്ട് അവിടെ ഇരുന്ന്, തനിക്ക് മീൻ കിട്ടിയില്ല. ഒരുത്തൻ്റെ പ്ലേറ്റിൽ വിളമ്പിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുമോ? അതൊക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് സങ്കടം വന്നു. ടേബിളിൽ കൂടിയിരുന്ന് ഞങ്ങൾക്ക് സങ്കടം വന്നു. ഞങ്ങൾ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ മീൻ കിട്ടിയില്ല. അപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് ചോദിച്ചു, ഇവിടെ 8 കഷ്ണം വെച്ചതാണല്ലോ, ആരാണ് എക്സ്ട്രാ എടുത്തത്? ഒക്കെയാണ് ഒരു സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത്. എന്തായാലും സിസ്റ്റർ ആ എക്സ്ട്രാ എടുത്ത ആളിനോട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ടേബിൾ മാനേഴ്സ് അല്ലേ, ടേബിൾ മാനേഴ്സ്. ചിലർക്കിതൊന്നും അറിയത്തില്ല. ചിലർ പിന്നെ വീട്ടിൽ കാണിക്കാത്ത ആക്രാന്തം ഈ പറഞ്ഞ കല്യാണത്തിനോ അല്ലെങ്കിൽ ചർച്ചിലെ വിളമ്പിനോ ഒക്കെ കാണിക്കും. ഫ്രീ കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞ് ആക്രാന്തം കാണിക്കും. വീട്ടിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. വീട്ടിൽ നമുക്കറിയാം എന്താ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ അറിയാം. അവസാനം ഈ സിസ്റ്റർ പോയിട്ട് ഒരു സോസറിൻ്റെ അകത്ത് ഒരു സോസർ ബീഫ് ഫ്രൈ കൊണ്ടുവന്ന് ഈ കിട്ടാത്ത ചെറുപ്പക്കാരന് കൊടുത്തു. അവനോട് പറഞ്ഞു മീൻ തീർന്നു പോയി. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം, നല്ല ബീഫ് ഫ്രൈ ആണ് ഈ ചങ്ങാതിക്ക് കിട്ടിയത്, ശരിയല്ലേ? അപ്പോൾ ഒരു പക്ഷേ അവന് കൊടുത്ത ഒരു ഗിഫ്റ്റായിരിക്കാം, അവൻ അവിടെ നിരാശയോടിരുന്നതിന് കൊടുത്തൊരു ഗിഫ്റ്റായിരിക്കാം. ഞാൻ പഠിച്ചൊരു പാഠം, ഒരു കാരണവശാലും ഒരു ടേബിളിൽ നമ്മളൊന്നിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താതെ ഞാൻ എൻ്റെ പ്ലേറ്റിൽ വിളമ്പാൻ പാടില്ല. ഇന്ന് വരെ ഞാൻ ശീലിക്കുന്ന, ഞാൻ ജീവിതത്തിൽ പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു ശീലമാണ്. പ്രത്യേകിച്ചും എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോയാൽ ഒരു സാധനം കുറവാണെന്ന് എനിക്ക്
ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ സാധനം മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പുവാൻ സമ്മതിക്കത്തുള്ളൂ. ഞങ്ങളുടെ ചർച്ചിൽ ചിലപ്പോൾ ഫെലോഷിപ്പ് ഫുഡുണ്ട്. മാസത്തിലൊരിക്കൽ കർത്തൃമേശയൊക്കെ ഉള്ള ദിവസം, അന്ന് കമ്പൈൻഡ് സർവീസാണ്, എല്ലാ ഞങ്ങളുടെ കൂട്ടവും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. അന്ന് ഞങ്ങൾക്ക് ഫുഡുണ്ട്. ആ ഫുഡ് വിളമ്പുന്ന ദിവസം ഏറ്റവും അവസാനം ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ഞാനാണ്. ഏറ്റവും അവസാനം, അതായത് എല്ലാവരും ഭക്ഷിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങളുടെ ചർച്ചിലെ അവസാനത്തെ വ്യക്തിയും അവിടെ വിളമ്പിക്കൊണ്ട് നിന്ന സഹോദരന്മാർ വരെ അവരുടെ പ്ലേറ്റിൽ ഫുഡ് എത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. പലരും എന്നോടുകൂടിയും പാസ്റ്റർ പോയിരുന്നാട്ടെ, പാസ്റ്റർ കഴിച്ചാട്ടെ. ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് ഉറപ്പുവരുത്തണം എൻ്റെ സഭയിലെ അവസാനത്തെ വ്യക്തിയും ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. ഭക്ഷണം വിളമ്പുന്ന കൂട്ടത്തിൽ ഞാൻ അവിടെ നിൽക്കും. പ്രത്യേകിച്ചും ചില ഞായറാഴ്ച ആരാധന ദിവസങ്ങളിൽ ആൾ കൂടുതലായിരിക്കാം. അങ്ങനെ ആൾ കൂടുതലാണെങ്കിൽ എനിക്കറിയാം ഉണ്ടാക്കിയ ഭക്ഷണം ക്രമമായി വിഭാഗിച്ചു കൊടുത്തേ മതിയാകുകയുള്ളൂ. അതായത് ആ ദിവസങ്ങളിൽ വിളമ്പുകാരിൽ ഒരാളായി ഞാനും മാറും. കാരണം എനിക്ക് ഉറപ്പുവരുത്തണം എല്ലാവർക്കും ഭക്ഷണം കിട്ടിയെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. ഈ വല്ലവരുടെയും പന്തിയിൽ എൻ്റെ വിളമ്പിൻ്റെ മിടുക്ക് കാണിക്കാം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് അല്ലേ? വല്ലവരുടെയും പന്തിയിൽ എൻ്റെ വിളമ്പിൻ്റെ മിടുക്ക് കാണിക്കുക. അങ്ങനെയുള്ള സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുമ്പോൾ ഫുഡ് അല്പം കുറവാണ് കേട്ടോ, വളരെ ക്രമീകരിച്ചാണ് വിളമ്പുന്നത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ സൈഡിലിരുന്ന് വച്ചാന് ഫുഡ് ഇങ്ങനെ ക്രമീകരിച്ച് വിളമ്പുന്നത് കണ്ടപ്പോൾ ഒരു ദേഷ്യം. ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്? അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആ വീടിൻ്റെ കിച്ചണിലോട്ട് പോയിട്ട് അല്പം മിച്ചമുണ്ടായിരുന്ന ആ കറിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണ്ടവർക്കും വേണ്ടാത്തവർക്കും എല്ലാം വാരി വിളമ്പി അങ്ങ് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തി, ദേ ഇങ്ങനെയാണ് വിളമ്പേണ്ടത്. എനിക്കത് വലിയ വിഷമമുണ്ടാക്കി. കാരണം ആ വീട്ടിൽ ഫുഡ് തികയുന്നില്ല എന്ന് എനിക്കറിയാം. മറ്റു പലരും കഴിക്കാൻ ബാക്കിയാണെന്നറിയാം. ആ കഴിക്കാനുള്ളവർക്കുള്ള ഫുഡ് കൂടെ ഇദ്ദേഹം എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു. ആ സ്വഭാവം തീരെ ആത്മിക മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു സ്വഭാവമാണ്. വല്ലവരുടെയും പന്തിയിൽ നമ്മുടെ വിളമ്പിൻ്റെ മിടുക്ക് കാണിക്കുക. ഇങ്ങനെ കുറേ ടേബിൾ മാനേഴ്സ് ഉണ്ട് കേട്ടോ. റൂഡി ലാക്ക് എന്ന് പറയുന്ന ദേവദാസൻ എഴുതിയ ഒരു പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ്, ദ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞ പുസ്തകം എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊന്നാണ്. വൈവാമിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു റൂഡി ലാക്ക്. അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ബൈബിൾ നിരോധിക്കപ്പെട്ട ദേശങ്ങളിലേക്ക് ബൈബിൾ സ്മഗിൾ ചെയ്യുകയായിരുന്നു. റൂഡി ലാക്ക് തൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതിയ കൂട്ടത്തിൽ പറഞ്ഞ ഒരനുഭവം ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അതായത് ടേബിൾ മാനേഴ്സ് ആത്മിക ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് ബോധ്യമായി തീർന്ന റൂഡി ലാക്കിൻ്റെ അനുഭവം. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ വൈവാമിൻ്റെ ടീം പല സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഇടിവിൽ നിൽക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു നല്ല മെത്തേഡ് എന്താണെന്ന് അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമുക്കത് പറയാൻ സമയമില്ല. മധ്യസ്ഥ പ്രാർത്ഥന വിജയിക്കണമെങ്കിൽ ശരിക്കും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഇങ്ങനെയൊക്കെ റൂഡിലൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഒരു ദിവസം അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിലും നമ്മളൊക്കെ ആണെങ്കിൽ ലിസ്റ്റ് വെച്ചങ്ങ് പ്രാർത്ഥിക്കും. നമുക്ക് ലിസ്റ്റ് എഴുതിയിട്ടില്ല, ഇനി എന്നെ വിഷയത്തിനൊരു പ്രാർത്ഥിക്കണം. റൂഡിലാക്കൊക്കെ പറയുന്നത് അങ്ങനെയല്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആത്മാവിൽ സെൻസ് ചെയ്യണം പരിശുദ്ധാത്മാവ് എന്ത് വിഷയമാണ് പ്രാർത്ഥിക്കാൻ നിങ്ങളെ നിയോഗിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ അതിന് റിസൾട്ടുള്ളൂ. ബാക്കി ചടങ്ങായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ നമ്മൾ ലിസ്റ്റ് വെച്ചിട്ട് 10 കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലേ, ഇന്ന കാര്യം ഇന്ന ബ്രദർ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞത് ഒരു ചടങ്ങാണ്, ഒരു ഇനഫക്റ്റീവായിട്ടുള്ള പ്രാർത്ഥന. വെറുതെ പ്രാർത്ഥിച്ചെന്ന് പേര് കേൾപ്പിച്ചതേ ഉള്ളൂ. ഈ ചില മതങ്ങളിലൊക്കെ ഇല്ലേ ഒരു പേരിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നത് പോലെ ജൽപ്പനം ചെയ്യുന്നൊരു പ്രാർത്ഥന എന്നുള്ളൂ. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അന്തരീക്ഷമാണ്. ശരിയായ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് റൂഡി ലാക്കിൻ്റെ ഒരു ടീച്ചിങ് ഉണ്ട്. അത് ഞാനൊരു ദിവസം ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ കേൾക്കണമേ, ഒരു ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരെ അനുഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നത്, അവർ പാട്ടുപാടും, അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും.
എല്ലാവരും അവരവരെ എക്സാമിൻ ചെയ്യും. ഏത് പാപമാണ് ജീവിതത്തിൽ ഏറ്റുപറയാതുള്ളത്, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്, ഇടപെടാത്തത്. അങ്ങനെ ഇവരൊന്നിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ പാപങ്ങളെ ഏറ്റുപറയുകയാണ്. ആർക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ലെന്ന്. ശ്രദ്ധിച്ച് കേൾക്കണം. കുറേ കഴിഞ്ഞപ്പോൾ റൂഡിയിലാക്ക് തന്നെത്താൻ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. എന്താ എൻ്റെ ജീവിതത്തിലെ കുറവ്, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ മൂവ് നമ്മൾ അനുഭവിക്കാത്തത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയൊന്നും നമുക്കില്ലെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ നമ്മുടെ സഭകൾ പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെ പോയാലേ പെന്തക്കോസ്തിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നടത്തുവാൻ ഇനി നമുക്ക് കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയൊക്കെയാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ പഠിച്ച പാഠങ്ങൾ ഷെയർ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ല നിങ്ങൾ ചിന്തിക്കല്ലേ ഇയാൾ ആരോടോ ഇത്രയും വലിയ പഠിപ്പീരുമായിട്ടൊക്കെ ഇറങ്ങാൻ. ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ പ്രായോഗികമായി ഞാൻ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ പറയും ആദ്യം നീ നന്നാകടാന്ന് പറയും. ഞാൻ ജീവിതത്തിൽ പാലിക്കാത്ത ഒരു കാര്യം പോലും നിങ്ങളുടെ മുമ്പിൽ പറയുകയില്ല എന്ന് ഉറപ്പു തരുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇദ്ദേഹം തന്നെ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ എന്ത് കുറവുകൊണ്ടാണ് ആത്മസാന്നിധ്യം വെളിപ്പെടാത്തത്. അപ്പോൾ അദ്ദേഹം ഒരു വിഷൻ കാണുക, ഒരു ആപ്പിൾ കാണുക. ഈ ആപ്പിൾ കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു, അന്ന് ലഞ്ച് സമയത്ത്, ശ്രദ്ധിച്ച് കേൾക്കണം, അന്ന് ലഞ്ച് സമയത്ത് ഈ ടീം താമസിക്കുന്നിടത്ത് അവരുടെ മെസ് ഹോളിൽ അവർ കഴിക്കാൻ ചെന്നപ്പോൾ എല്ലാവർക്കുള്ള ഭക്ഷണം അവിടെ ക്രമീകരിക്കുക. ആളുകൾ പോയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് പോവുക. അദ്ദേഹം നോക്കുമ്പോൾ ആ ഫ്രൂട്ട്സ് വച്ചിരിക്കുന്ന ടേബിളിൽ ആപ്പിൾ വച്ചിരിക്കുന്ന ആപ്പിൾ ട്രേയിൽ നിന്ന് ആപ്പിൾ വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഒരു ആപ്പിൾ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. പെട്ടെന്ന് റൂഡി ലാക്കിൻ്റെ ഉള്ളിലുള്ള ശരീരം അല്ലെങ്കിൽ ജഡം പറഞ്ഞു, എളുപ്പം പോയി ആപ്പിൾ എടുക്കണം, അല്ലെങ്കിൽ നിനക്ക് ആപ്പിൾ കിട്ടത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാം? കൂടെ ആളുകൾ നിൽപ്പുണ്ട്, ആപ്പിൾ കിട്ടാത്തവരെ. അവരെയൊക്കെ പെട്ടെന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് അദ്ദേഹം ഓടിപ്പോയിട്ട് ഈ ഒരാപ്പിൾ അങ്ങ് എടുത്തു. ഇതിനകത്ത് എന്താ വലിയ പാപമുള്ളത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ ഗ്രോത്ത്, ക്രിസ്ത്യൻ മെച്യൂരിറ്റിയുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ആ ആപ്പിൾ ഓടിപ്പോയി എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറയുകയാണ്, നീ ചെയ്തത് തെറ്റാ, നീ മറ്റൊരാൾക്കത് വിട്ടുകൊടുക്കാൻ തയ്യാറാകണമായിരുന്നു. നിൻ്റെ ക്രിസ്ത്യൻ ഗ്രോത്തിൻ്റെ കുറവ്, ക്രിസ്ത്യൻ മെച്യൂരിറ്റിയുടെ കുറവാണത് കാണിക്കുന്നത്. കൃപാവരം ഉണ്ടാകാം, അന്യഭാഷ പറയുന്നുണ്ടാകാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആത്മീക വളർച്ച പ്രാപിച്ചെന്നല്ല, ഇപ്പോഴും ആത്മീക വളർച്ച ഇല്ലെന്നാണത് കാണിക്കുന്നത്. അതുകൊണ്ട് അതാണ് തെറ്റ്. റൂഡിലാക്ക് എന്ത് ചെയ്തെന്നറിയാമോ? പബ്ലിക്കലി എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു തെറ്റുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ മൂവ് ചെയ്യാത്തത്. ഇന്നത്തെ തീന്മേശ ടേബിളിൽ ഞാൻ ചെയ്ത തെറ്റിതാണ്, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ക്ഷമ പറഞ്ഞിരുന്ന മിനിറ്റുകൾക്കുള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ സാന്നിധ്യം വെളിപ്പെടുകയും ആത്മമണ്ഡലത്തിൽ അവർ ദർശനങ്ങളെ കാണുകയും ദൈവാത്മാവ് നിയോഗിച്ചതുപോലെ അവർ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തീന്മേശയിലെ അല്ലായെങ്കിൽ നമ്മുടെ ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളും ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഇല്ലേ, ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ സാധനം തീരുന്നെന്ന് കണ്ടാൽ നമ്മൾ ഓടിപ്പോവും, അയ്യോ ഇപ്പം തീർന്നു കേട്ടോ, നമ്മൾ എളുപ്പം ചെന്നില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ കഴിച്ചില്ലെങ്കിലും മറ്റൊരുത്തിന് അത് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റൊരുത്തിന് അത് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുക, വിട്ടുകൊടുക്കുക, പങ്കുവെക്കൽ, ഇതൊക്കെയാണ് നല്ല ക്രിസ്തീയ, അതാണ് നല്ല ക്രിസ്തീയ വളർച്ചയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ക്രിസ്തീയ വളർച്ചയുണ്ടോ, നമ്മളങ്ങനെ പങ്കുവെക്കുന്നവരായി തീരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് വേദപുസ്തകം ഈ അമിത ഭക്ഷണത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ്. വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അമിത ഭക്ഷണം അത് അപകടകരമാണ്, അത് ആത്മീയതയുടെ ലക്ഷണമല്ല, ഇമ്മെച്യൂരിറ്റിയാണെന്ന് വേദപുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ മുമ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ ഈ ഒരു പാഠഭേദം ഒത്തിരി അങ്ങ് ദീർഘമാകുമല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം, അവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്
ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ് അതിഭക്ഷണം. ഇത് മലയാളത്തിലെ ഒരു ട്രാൻസ്ലേഷനാണ് കേട്ടോ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ പല വാക്കുകളോട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചില ട്രാൻസ്ലേഷൻസ് വളരെ വ്യക്തതയോടുകൂടെ പറയുന്നത് ലിമിറ്റില്ലാത്ത ഭക്ഷണം കഴിക്കൽ, അമിതമായ ഭക്ഷണം കഴിക്കൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അതിഭക്ഷണം എന്ന് പറയുമ്പോൾ അല്ലേ, ഫിലിപ്പിയ ലേഖനം 3:19 പറയുന്നു, അവരുടെ ദൈവം വയറിനെ ദൈവമാക്കിയ ആളുകളുണ്ട്. തിന്നാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കാം. ചിലരെങ്ങനെയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. അമിതമായ ഭക്ഷണം, അതിഭക്ഷണം. നിങ്ങൾ ശ്രദ്ധിക്കണം, നാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ നാവ് സൂക്ഷിക്കണം. വാക്കുകളിൽ മാത്രമല്ല, ഇൻപുട്ടുണ്ടല്ലോ, വാക്കുകൾ ഔട്ട്പുട്ടാണ്. ഭക്ഷണം കഴിക്കുന്നതുണ്ടല്ലോ, അതിലും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അതിഭക്ഷണവും തെറ്റാണ്, അതിഭാഷണവും തെറ്റാണ്, രണ്ടും തെറ്റാണ്. ഇവിടെ യേശു അതിഭാഷണത്തെക്കുറിച്ചല്ല പറയുന്നത്, അതിഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അമിതമായ ഭക്ഷണ താല്പര്യം. അവരുടെ ദൈവം വയറ് അല്ലേ. ചിലരെക്കുറിച്ച് പറഞ്ഞു അവർ പെരുവയറന്മാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമിതമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, ഒത്തിരി കഴിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? എൻ്റെ പപ്പായെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച, കോട്ടയത്തെ ശാലയും വടവാതൂർ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ദേവദാസന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പാസ്റ്റർ ടി ജി ഉമ്മച്ചൻ. പാസ്റ്റർ ടി ജി ഉമ്മച്ചൻ അപ്പച്ചനെ കുറിച്ചുള്ള കഥകൾ പപ്പ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങളോടൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഉമ്മച്ചനപ്പച്ചൻ്റെ ബൈബിൾ ക്ലാസ്സുകളിൽ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ. കേരള പെന്തക്കോസ്ത് ചരിത്രത്തിലും ഈ ടി ജി ഉമ്മച്ചനപ്പച്ചനെ കുറിച്ച് പറയുന്നത് പെന്തക്കോസ്തിലെ അതികായൻ എന്നാണ് പറയുന്നത്. ഒത്തിരി കഥകളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. അതിൻ്റെ അർത്ഥം ടി ജി ഉമ്മച്ചനപ്പച്ചൻ അതിഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു എന്നല്ല. അദ്ദേഹം തന്നെ എൻ്റെ പിതാവിനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില ഉദാഹരണങ്ങൾ. അതിലൊരു ഉദാഹരണം, ഈ 2 ചപ്പാത്തി തിന്നാൻ മാത്രം കപ്പാസിറ്റിയുള്ള ആൾ 2 ചപ്പാത്തി തിന്നുമ്പോഴേ ആളിന് വയറ് നിറയും. അപ്പോൾ ആ വ്യക്തി 3-മതൊരു ചപ്പാത്തി കഷ്ടപ്പെട്ട് കഴിക്കാൻ ശ്രമിക്കുന്നതിനാണ് അതിഭക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെരുവയറെന്ന് അയാളെ വിളിക്കേണ്ടത്. എത്ര എണ്ണം കഴിച്ചെന്നുള്ളതിലല്ല, കപ്പാസിറ്റിക്ക് മീതെ കഴിക്കുക. 2 കഴിക്കാൻ ആളിന് കപ്പാസിറ്റി ഉള്ളൂ, പക്ഷേ കഷ്ടപ്പെട്ട് 3-മതൊന്നുകൂടെ കഴിക്കുക. നമ്മൾ ഈ അതിഭക്ഷണം എന്ന പദം ലൂക്കോസ് 21 ഉപയോഗിച്ചിരിക്കുന്നതിന് ഒരു കമൻട്രിയിൽ എഴുതിയിരിക്കുന്നത്, ഈ ഗ്രീക്കോ റോമൻ ആ ഒരു സമൂഹത്തിൽ പലർക്കും ഉള്ളൊരു സ്വഭാവമായിരുന്നു, കഴിച്ച് തലവേദന എടുക്കും അതുപോലെ കഴിക്കുക. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, കപ്പാസിറ്റിക്ക് മീതെ കഴിക്കുക. അപ്പോൾ ടി ജി ഉമ്മച്ചനപ്പച്ചൻ പറയുന്നത്, എടാ ടി ജി ഉമ്മച്ചന് 10 ചപ്പാത്തി കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഞാൻ 9 ആകുമ്പോൾ നിർത്തുന്നു. അപ്പോൾ അത് അതിഭക്ഷണമല്ല, കഴിച്ചതിൻ്റെ എണ്ണമല്ല, ഒരാൾക്ക് ആളുടെ കപ്പാസിറ്റി എന്താണോ അതിനപ്പുറമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ ഉമ്മച്ചനപ്പച്ചൻ സ്റ്റോറീസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കുറേ കഥകളുണ്ട്. പെന്തക്കോസ്തിലെ അതികായനായ മനുഷ്യനായിരുന്നു. അപ്പോൾ ഭക്ഷണം എത്ര കഴിച്ചെന്നുള്ളതല്ല, കപ്പാസിറ്റിക്ക് അപ്പുറമായിട്ട് കഴിച്ചു. ചിലർക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഭ്രാന്താണ്. പാപമായി മാറത്തക്കോണം കഴിക്കുന്ന ആളുകളുണ്ട്, കഴിക്കുന്ന ആളുകൾ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച, ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് സ്റ്റാളിൽ നിന്നുകൊണ്ട് ഒരുത്തൻ ഭക്ഷണം കഴിക്കുന്നു. ഫുഡ് സ്റ്റാളുകാരന് തന്നെ അത്ഭുതം നിന്നു അതിൻ്റെ കഴിപ്പ് കണ്ടിട്ട്. അതായത് വളരെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫുഡ് സ്റ്റാളിലുണ്ടല്ലോ രഗടയും പാവും കൊണ്ടാണ് കഴിക്കുന്നത്. ഇവൻ പ്ലേറ്റ് ഓർഡർ ചെയ്ത് കഴിക്കുക. അവസാനം ഇവൻ്റെ വയറ് നിറഞ്ഞിട്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കോർണറിൽ പോയിട്ട് അവൻ 2 വിരലും വായിലിട്ട് ഛർദ്ദിച്ചിട്ട് അവൻ തിരിച്ചു വന്ന് കഴിക്കുക, പിന്നെയും ഓർഡർ ചെയ്ത് കഴിക്കുക. ആദ്യം കഴിച്ചത് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് അത് ഓർഡർ ചെയ്ത് കഴിക്കുക. അത് ഒരു മാനസിക വൈകല്യമാണ്, അത് പാപകരമായ ഭക്ഷണത്തോടുള്ള അമിത താല്പര്യമാണ്. അങ്ങനെ കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം കൂടെ ഓർത്ത്, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ഓർത്ത് ഇതിന് നാശമുണ്ടാക്കുന്ന രീതിയിൽ കഴിക്കരുത്.
അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഡയറ്റിങ്ങിനെ കുറിച്ച്. ഈ അമിതമായിട്ട് ഈ കാലത്ത് ഡയറ്റിങ് നോക്കുന്ന ആളുകളുണ്ട്. അങ്ങ് ഭയമാണ്. അതായത് ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഭയത്തോടു കൂടെ കഴിക്കുന്നവർ. അവർ മറ്റുള്ളവരോട് അഡ്വൈസ് ചെയ്യും, അയ്യോ ഒന്നും കഴിക്കരുതേ. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള പലരും വളരെ അനാരോഗ്യകരമാകുന്ന ഒരു ഡയറ്റിംഗ് ശീലത്തിലാണ്. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മിതത്വത്തോടു കൂടി കഴിക്കുക, പക്ഷെ ഭയത്തോടു കൂടെ കഴിക്കരുത്. ഭക്ഷണം എൻ്റെ ശത്രുവാണെന്നുള്ള വിധത്തിൽ ഭയന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. വചനം പറഞ്ഞു സ്തോത്രത്തോടെ ശുദ്ധീകരിച്ച് കഴിക്കുക. ഭയത്തോട് കഴിച്ചാൽ ആ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്കൊരു പക്ഷേ വിഷമായി മാറുമെന്ന് ഈ പറഞ്ഞ സദൃശവാക്യത്തെയൊക്കെ ഉദ്ധരിച്ച് നമുക്ക് വേണമെങ്കിൽ തെളിയിക്കാൻ പറ്റും. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതാണെങ്കിലും ഇങ്ങനെ കുറേ പ്രാക്ടിക്കൽ ലെസൺസ് നമ്മുടെ സഭകളിൽ നിന്ന് പഠിപ്പിച്ചായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മുടെ ആത്മീയത നമ്മുടെ തീന്മശയിലും ഒക്കെ വെളിപ്പെടണമെന്ന് ഒന്ന് പറഞ്ഞു തന്നുവെന്നേ മാത്രമേ ഉള്ളൂ. പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ഞാനീ പഠിച്ച പാഠങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോൾ അത് കുറേ പേർക്കെങ്കിലും പ്രയോജനമായി തീരുമെന്ന് തോന്നുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.